എല്ലാവർക്കും നമസ്കാരം. വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് കുട്ടികൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫ്രോക്കാണ് കേട്ടോ ഞാൻ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. സിമ്പിളായിട്ടുള്ള ഒരു ഫ്രോക്കാണ്. അതിൻ്റെ സ്ലീവ്സ് റഫിൾ സ്ലീവ്സ് ആണ്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാം. നല്ല ഭംഗിയാണ് കാണാനായിട്ട്. അപ്പോൾ നമുക്കത് എങ്ങനെയാണ് ഉണ്ടാക്കാം എന്നുള്ളത് നോക്കാം. അപ്പം അതിനായിട്ട് ഞാനിവിടെ 1 മീറ്റർ തുണിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ക്രേപ്പിൻ്റെ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് ഫ്രോക്കിൻ്റെ യോക്ക് പാർട്ട് ഞാനിവിടെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. 2 പീസായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പം അതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 12 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങളെങ്ങനെ വേണം എന്നുള്ളത് നിങ്ങൾക്ക് പഴയൊരു ഫ്രോക്ക് എടുത്തിട്ട് നോക്കാം എത്ര വേണം എന്നുള്ളത് കേട്ടോ. ഇതിൻ്റെ ലെങ്ത്ത് എന്ന് പറയുന്നത് 8 ഇഞ്ചാണ് ഞാൻ എടുത്തിട്ടുള്ളത് കേട്ടോ. ഈ ഒരു ഇതിൻ്റെ യോക്ക് പാർട്ട് ഞാൻ അങ്ങനെയാണ് എടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ 2 പീസ് കട്ട് ചെയ്തിട്ടുണ്ട്. ഒപ്പം ലൈനിങ് തുണിയും ഇതിൻ്റെ ലൈനിങ്ങും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ആ സെയിം അളവിൽ തന്നെയാണ് കട്ട് ചെയ്തെടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് താഴെ ചുരുക്കിട്ട് എടുക്കുന്ന ബോട്ടം പാർട്ട് എങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ ഇതുപോലെ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതിൽ നമുക്ക് 2 പീസ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇതിൻ്റെ ഇറക്കം ഞാൻ എടുത്തിട്ടുള്ളത് 15 ഇഞ്ചാണ് കേട്ടോ ഇറക്കം എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിട്ട് എന്ന് പറയുന്നത് ഞാൻ 35 ഇഞ്ചാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ അത് ഇത്തിരി കുറവായിരുന്നു ചെയ്ത് കഴിഞ്ഞപ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് കൂടുതൽ എടുത്തു കഴിഞ്ഞാൽ ഒരുപാട് ചുരുക്കുണ്ടാവും നമ്മുടെ ഫ്രോക്കിൽ. അപ്പോൾ നല്ല ഭംഗിയാണ്. ഇതിപ്പോൾ ഇത്തിരി കുറവായിരുന്നു. അപ്പോൾ 35 എന്നുള്ളത് കുറച്ച് 40-45 നിങ്ങൾക്ക് എന്തോരം ചുരുക്ക് വേണം അതിനനുസരിച്ച് എടുക്കാം കേട്ടോ. ലൈനിങ് നമ്മൾ എടുക്കുമ്പോൾ ഇത് ലൈനിങ് ആണ് കട്ട് ചെയ്തിട്ടുള്ളത്. അത് നമ്മൾ മെയിൻ ക്ലോത്തിൻ്റെ പകുതി എടുത്താൽ മതി. ലെങ്ത്ത് എടുക്കുമ്പോൾ മെയിൻ ക്ലോത്തിൻ്റെ ഇറക്കത്തിന് 1 ഇഞ്ച് കുറച്ചിട്ട് വേണം നമ്മൾ ലൈനിങ് തുണിയിൽ ഇറക്കം എടുക്കാനായിട്ട്. അത് മാത്രം ശ്രദ്ധിച്ചാൽ മതി. ഇനി നമുക്ക് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യാന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാൻ യോക്ക് പാർട്ട് ലൈനിങ് വെച്ചിട്ട് സ്റ്റിച്ച് ചെയ്യാണ്. നമ്മൾ റോങ് സൈഡ് വെച്ചിട്ട് ലൈനിങ് തുണിയിൽ റോങ് സൈഡ് നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ റോങ് സൈഡ് വെച്ചിട്ട് നമ്മൾ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഇതിപ്പോൾ ഞാൻ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നല്ല വശം തിരിച്ചെടുക്കണം. നമ്മൾ ചീത്ത വശം അതായത് ലൈനിങ് തുണിയുടെയും നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെയും ചീത്ത വശം വെച്ചിട്ടാണ് സ്റ്റിച്ച് ചെയ്തത്. ഇനി അത് തിരിച്ച് ഇട്ടിട്ട് ഇതിൻ്റെ മേലെ നമ്മൾ ഈ കാണുന്ന പോലെ ഇവിടെ ഒരു ടോപ്പ് സ്റ്റിച്ച് കൊടുക്കുകയാണ് കേട്ടോ. നിങ്ങൾക്ക് കാണുമ്പോൾ മനസ്സിലാവുണ്ടെന്ന് വിചാരിക്കണം. പറയുന്നത് എത്രത്തോളം മനസ്സിലാവുണ്ടെന്ന് എനിക്ക് അറിയില്ല. അതുപോലെ നമ്മൾ രണ്ടും ചെയ്തെടുക്കുക. ഇനി നമുക്ക് ബോട്ടം പാർട്ട് ഇതുപോലെ നമുക്കൊരു ലൂസ് സ്റ്റിച്ച് കൊടുക്കണം. ഇതിൻ്റെ മുകളിലായിട്ട് ഒരു ലൂസ് സ്റ്റിച്ച് കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതുപോലെ അതിൻ്റെ താഴെ നൂല് ഇതുപോലെ വലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ചുരുക്ക് കിട്ടും. ഇതുപോലെ റഫിൾസ് നമുക്ക് ആക്കിയെടുക്കാൻ പറ്റും. നമ്മുടെ മെഷീനിൽ എന്താ പറയുക കാണി വലുതാക്കിയിട്ടിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതാണ് ലൂസ് സ്റ്റിച്ച്. സാധാരണ പോലെയല്ല. അതിൻ്റെ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുത്താൽ മതി. എന്നിട്ട് നമ്മൾ ലൂസ് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ട് ഇതുപോലെ ത്രെഡ് ഇങ്ങനെ പതുക്കെ വലിക്കണം കേട്ടോ. ഒരു എന്താ പറയുക സൂക്ഷിച്ച് വലിച്ചില്ല വെച്ചാൽ അത് പൊട്ടിപ്പോവും. അപ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ പതുക്കെ വലിച്ചെടുക്കാം. അങ്ങനെ ഞാനത് ഇതുപോലെ ഇട്ടിട്ടുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ യോക്കിൽ എത്ര വേണം അതിനനുസരിച്ച് വേണം കേട്ടോ നമ്മൾ ചുരുക്കിടാനായിട്ട്. നമ്മുടെ യോക്ക് എത്രയുണ്ട് നോക്കിയിട്ട് അതിൻ്റെ താഴെ ഭാഗം എത്രയുണ്ട് നോക്കിയിട്ട് വേണം നമ്മൾ ചുരുക്കിട്ട് കൊടുക്കാനായിട്ട്. അതുപോലെ തന്നെ നമ്മൾ ലൈനിങ്ങും ലൂസ് സ്റ്റിച്ച് കൊടുത്തിട്ട് ഇതുപോലെ ചുരുക്കിട്ട് കൊടുക്കുക. ഇനി നമ്മൾ രണ്ടും കൂടി വെച്ചിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ്. മെയിൻ ക്ലോത്തിൻ്റെ അടിയിൽ ലൈനിങ് വെച്ചിട്ട് നമ്മൾ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുകയാണ് കേട്ടോ. ഒപ്പം വെച്ചിട്ട് ശ്രദ്ധിച്ച് സ്റ്റിച്ച് ചെയ്യണം. അല്ലാന്നുണ്ടെങ്കിൽ ഉള്ളിലൊക്കെ പെട്ട് കഴിഞ്ഞാൽ അത് ഭംഗി ഉണ്ടാവില്ല. ഞാൻ ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. അതുപോലെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുക്കാം. ഇനി നമുക്ക് ഇതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതിപ്പം ടോപ്പ് സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ താഴെ നമ്മൾ സ്റ്റിച്ച് ചെയ്യാത്ത ഭാഗത്ത് നമ്മൾ ഇത് അറ്റാച്ച് ചെയ്യാൻ പോവാണ്. നമ്മൾ ചുരുക്കിട്ട് കൊടുത്തത് ഇതിലേക്ക് സ്റ്റിച്ച് ചെയ്യണം. അപ്പം അതിനായിട്ട് നമ്മൾ രണ്ടിൻ്റെയും നല്ല വശങ്ങൾ തമ്മിൽ ചേർത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യാം കേട്ടോ. രണ്ടിൻ്റെയും യോക്കും ഇതിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ച് വെച്ചിട്ട് താഴെ നമ്മൾ ഇതുപോലെ കാണുന്ന പോലെ സ്റ്റിച്ച് ചെയ്തെടുക്കാം.
അപ്പോൾ നമുക്ക് മറിക്കുമ്പോൾ കണ്ടോ നല്ല വശം, രണ്ട് നല്ല വശങ്ങളും ഇതുപോലെ കിട്ടും. ഇതിപ്പോൾ ഞാൻ രണ്ടും അതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇതിൻ്റെ അടിവശം മടക്കി അടിക്കണം. അപ്പോൾ ആദ്യം തന്നെ ലൈനിങ് ഇതുപോലെ ഒരു 1/2 ഇഞ്ചിൽ മടക്കി ഒന്നുകൂടി മടക്കി നമ്മൾ അടിക്കുകയാണ്. ഇതുപോലെ ലൈനിങ് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ മെയിൻ തുണിയും ഇതുപോലെ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇതുപോലെ ആദ്യം ഒരു മടക്ക് കൊടുക്കുക, എന്നിട്ട് ഒന്നുകൂടി മടക്കുക. അത് മടക്കുമ്പോൾ 1 ഇഞ്ച് വീതിയിൽ മടക്കുക കേട്ടോ. നമ്മൾ ഇത് സ്റ്റിച്ച് ചെയ്തെടുക്കുക. 1 ഇഞ്ച് വീതിയിൽ മടക്കിയിട്ട് നമ്മൾ ഇതിന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ ഞാൻ അതുപോലെ സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് രണ്ടും കൂടി ചേർത്ത് സ്റ്റിച്ച് ചെയ്യുക. അതായത് രണ്ടിൻ്റെയും നല്ല വശങ്ങൾ ഒരുമിച്ചിടുക, എന്നിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്യുക. അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുമ്പോൾ ചീത്ത വശത്താണ് കേട്ടോ സ്റ്റിച്ച് ചെയ്തെടുക്കുക. അപ്പോൾ അത് സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് സ്ട്രാപ്പ് വെക്കാനായിട്ട് ഇതുപോലെ ഞാൻ 10 ഇഞ്ചാണ് ഇതിൻ്റെ ലെങ്ത്ത് എടുത്തിട്ടുള്ളത്. ഇതിൻ്റെ വിഡ്ത്ത് എന്ന് പറയുന്നത് 3 ഇഞ്ചാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. ഇതുപോലെ നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ടാണ് മടക്കി കൊടുത്തിട്ട് നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് കേട്ടോ. ഈ അരികെ സ്റ്റിച്ച് ചെയ്തെടുക്കേണ്ടത് നല്ല വശം ഉള്ളിലോട്ടാക്കിയിട്ട് ഞാൻ ഇതുപോലെ രണ്ടും സ്റ്റിച്ച് ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കത് തിരിച്ചെടുക്കണം. അതിനായിട്ടൊരു സേഫ്റ്റി പിൻ വെച്ചിട്ട് ഇതുപോലെ നമ്മൾ നല്ല വശം തിരിച്ചെടുക്കുകയാണ്. ഇതുപോലെ ഉള്ളിലോട്ടാക്കിയിട്ട് നമ്മൾ നല്ല വശം എടുക്കുക കേട്ടോ. ഇതുപോലെ നമ്മൾ രണ്ടും ഇതുപോലെ നല്ല വശം തിരിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിൻ്റെ സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. രണ്ടിൻ്റെയും സെൻറ്റർ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് ആ ഒരു ഫ്ലവർ ഇതിൽ വെക്കാൻ വേണ്ടിയിട്ടാണ്. സെൻറ്റർ മാർക്ക് ചെയ്തിട്ടുണ്ട്. ഞാനിതുപോലെ 2 ഫ്ലവർ ഉണ്ടാക്കിയിട്ടുണ്ട്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കി. ഇതിൻ്റെ വീഡിയോ ഞാൻ സെപ്പറേറ്റ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇതിൻ്റെ കൂടെ ചെയ്തെങ്കിൽ ഒരുപാട് ഇതായി പോകും. അപ്പം ഞാൻ വേറെ വീഡിയോ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഞാൻ അതിൽ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എൻ്റെ ലിങ്ക് കൊടുക്കാം. ഇനി നമ്മൾ അവിടെ ഈ ഫ്ലവർ വെച്ച് കൊടുക്കുകയാണ്. ഞാനിപ്പോൾ ഇത് ഗ്ലൂഗൺ വെച്ചിട്ടാണ് ഇതിൽ ഒട്ടിച്ചു കൊടുക്കുന്നത്. ഇല്ലാണ്ടെങ്കിൽ നമ്മൾ ഗ്ലൂഗൺ വെച്ചാലും താഴെ തുന്നി എടുക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ പെട്ടെന്ന് വിട്ടുപോരും. ഗ്ലൂഗൺ വെച്ചിട്ടായാലും ചെയ്യാം, എന്നാലും നമ്മൾ തുന്നിയെടുക്കാനാണ് കുറച്ചുകൂടി നല്ലത്. ഞാനിപ്പോൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ നമ്മുടെ ഫ്രോക്ക് എടുക്കുക. അതിൻ്റെ സെൻറ്റർ നമ്മൾ യോക്കിൻ്റെ ഇതുപോലെ സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക. സെൻറ്ററിൽ നിന്ന് നമ്മൾ 2.5 ഇഞ്ച് മാർക്ക് ചെയ്യുക കേട്ടോ. സെൻറ്ററിൽ നിന്ന് 2.5 ഇഞ്ച് നമ്മൾ ഇങ്ങോട്ട് മാർക്ക് ചെയ്യുക. അതുപോലെ തന്നെ അപ്പുറത്തും നമ്മൾ ഇതുപോലെ 2.5 തന്നെ മാർക്ക് ചെയ്ത് കൊടുക്കുക. നമുക്ക് സ്ട്രാപ്പ് വെച്ച് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇതുപോലെ ഞാൻ മാർക്ക് ചെയ്തിട്ട് നമ്മൾ ഇതെടുത്തിട്ട് അതിൻ്റെ താഴെ ഒന്ന് മടക്കുക കേട്ടോ. മടക്കിയിട്ട് നമ്മൾ ഇതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. ഇതിന് താഴെയായിട്ട് ഞാനിപ്പോൾ പിൻ ചെയ്ത് കാണിച്ചു തരാണ് കേട്ടോ. നിങ്ങൾക്ക് താഴെ ഒന്ന് മടക്കിയിട്ട് ഇതുപോലെ ചെയ്ത് കൊടുക്കാം. സിമ്പിളായിട്ടുള്ളൊരു ഫ്രോക്കാണ്. നല്ല എളുപ്പത്തിൽ നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. ഒരുപാട് ചുരുക്ക് ഇതിപ്പോൾ ഇതിൽ ചുരുക്ക് കുറവാണ്. ചുരുക്കുണ്ടെങ്കിൽ കുറച്ചുകൂടി നല്ലതായിരിക്കും കേട്ടോ. ഇതുപോലെ വെച്ച് കൊടുത്തിട്ട് നമ്മൾ അവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക. പിൻ ചെയ്ത് വെച്ചിട്ടില്ല, അവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക കേട്ടോ. ഫ്രണ്ടിലും ബാക്കിലും ഇതുപോലെ തന്നെ നമ്മൾ സ്റ്റിച്ച് ചെയ്തെടുക്കണം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ നമ്മുടെ ഫ്രോക്ക്. സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് നിങ്ങളിപ്പോൾ കാണുന്ന വീഡിയോയുടെ തൊട്ട് താഴെ റെഡ് കളറിൽ സബ്സ്ക്രൈബ് എന്നൊരു ബട്ടൺ ഉണ്ടാവും. അതൊന്ന് ക്ലിക്ക് ചെയ്യുക.
അപ്പോൾ വരുന്ന നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടണും കൂടി ഒന്ന് എനേബിൾ ചെയ്തിടാം കേട്ടോ. അപ്പോൾ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുള്ളൂ. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. ബൈ.